ഗാലറി കൂടെ ചുമ്മാ തപ്പിയപ്പോഴാണ് വനിതാ മിസ് കേരളയുടെ തലേ ദിവസം ഉണ്ടായിരുന്ന ഈ ഫുട്ടേജൊക്കെ ഞാൻ കണ്ടത്. എന്നാൽ പിന്നെ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ഫിനാലയുടെ തലേ ദിവസം കേട്ടോ. സോ റെഡിയൊക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇതാണ് നമ്മുടെ സ്റ്റേജ് റിഹേഴ്സലുള്ള ദിവസം. ആൻഡ് ഈ ഒരു ദിവസമാണ് ഞങ്ങളെ കൊറിയോഗ്രഫി പഠിപ്പിച്ചത്. കൊറിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരു ഷോയിൽ നമ്മൾ എവിടെ നിൽക്കണം, എങ്ങനെ നടക്കണം, എങ്ങോട്ട് നടക്കണം, ഏത് ഡയറക്ഷനിലേക്ക് നടക്കണം, എവിടെ നിൽക്കണം, ഇതൊക്കെയാണ് പഠിപ്പിക്കുക. ആൻഡ് ഒരു ഷോയിൻ്റെ ഫ്ലോയിന് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരു 3-4 ടൈംസ് നമ്മളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കും. നമ്മൾ സ്റ്റേജ് ഫസ്റ്റ് ടൈം കണ്ടപ്പോഴുള്ള ഫുട്ടേജ് ആട്ടോ ഇത്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആൻഡ് റിഹേഴ്സൽ എന്തോ പണ്ട് തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ബിക്കോസ് ഫൈനൽ ഷോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ടെൻസ്ഡ് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ അതിൽ കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആയിരിക്കില്ല. റിഹേഴ്സൽ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സൈറ്റഡ് ആയിട്ട് സ്റ്റേജിലും ലൈറ്റും സൗണ്ടൊക്കെ വെച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എൻ്റെ ഫോൺ താഴെ വെച്ചപ്പോൾ ഇത് ആരോ എടുത്ത ഫുട്ടേജാണ് എനിക്കറിയില്ല. ഇത് നമ്മൾ ഫൈനലി എല്ലാം കഴിഞ്ഞ് നല്ല ടയേർഡായിട്ട് ഇരിക്കുന്നൊരു ഫുട്ടേജ് ആട്ടോ. സോ ബേസിക്കലി ഇതൊക്കെയാണ് തലേദിവസം ഉണ്ടായത്. അപ്പോൾ ശരി, ബൈ ബൈ.